ഒരു എസ്റ്റിമേറ്ററിൻ്റെ പിന്നെ നല്ലൊരു എസ്റ്റിമേറ്റർ വേണ്ട പ്രോപ്പർട്ടീസിൽ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന പ്രോപ്പർട്ടിയാണ് കൺസിസ്റ്റൻസി. അപ്പോൾ എന്താണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നോക്കാം. അതായത് ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞു നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ട്. പോപ്പുലേഷൻ അതിൻ്റെ PDF, പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന റാൻഡം വേരിയബിൾ എക്സിൻ്റെ PDF-നെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യണു? FX തീറ്റ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ PDF-നെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഈ FX തീറ്റയിൽ നമ്മളെ പ്രോബ്ലം എപ്പോഴും ദ പോപ്പുലേഷൻ പാരാമീറ്റർ ഈസ് അൺനോൺ. അതാണ് നമ്മളെ പ്രോബ്ലം. അപ്പം ഇവിടെ നമുക്ക് പോപ്പുലേഷൻ്റെ PDF ഉണ്ട്, FX തീറ്റ, ആൻഡ് തീറ്റ ഈസ് അൺനോൺ. പോപ്പുലേഷൻ്റെ പാരാമീറ്റർ അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? വിൽ ടേക്ക് എ റാൻഡം സാമ്പിൾ x1, x2, എക്സെട്ര xn ഫ്രം ദിസ് പോപ്പുലേഷൻ അല്ലേ. ആ പോപ്പുലേഷനിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? x1, x2, എക്സെട്ര xn, അതായത് സൈസ് n ഉള്ള ഒരു സാമ്പിൾ എടുക്കുന്നു. വെറുതെ സാമ്പിൾ എടുത്താൽ പോരാ, എനിക്ക് തീറ്റ അറിയില്ലെങ്കിൽ സാമ്പിൾ ഉപയോഗിച്ചിട്ട് സാമ്പിളിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക് അല്ലേ, ഒരു T എന്ന് പറഞ്ഞ ഒരാളെ, അതായത് സാമ്പിൾ ഒബ്സർവേഷൻ്റെ ഒരു ഫംഗ്ഷനെ ഞാൻ കണ്ടുപിടിക്കുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്? തീറ്റയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ T ഈസ് കോൾഡ് ദ എസ്റ്റിമേറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? നമ്മളെ പ്രശ്നം നമുക്ക് തുടങ്ങി. അതായത് നമുക്ക് തീറ്റ, നമ്മളെ പോപ്പുലേഷനിലുള്ള പാരാമീറ്റർ, പോപ്പുലേഷൻ്റെ പാരാമീറ്റർ തീറ്റ അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ സെമ്മിൽ നമ്മൾ കാണാൻ പോകുന്ന പ്രശ്നം മുഴുവൻ അതാണ്. അപ്പോൾ FX തീറ്റയിൽ തീറ്റ ഈസ് അൺനോൺ, ദെൻ വിൽ ടേക്ക് എ റാൻഡം സാമ്പിൾ. അപ്പോൾ ഈ പ്രശ്നം വന്നാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ നമ്മളൊരു സാമ്പിൾ എടുത്തു, റാൻഡം സാമ്പിൾ എടുത്തു. എന്നിട്ട് റാൻഡം സാമ്പിൾ ഉപയോഗിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റർ കണ്ടുപിടിച്ചു. സാമ്പിളിൻ്റെ മീൻ ആവാം, സാമ്പിളിൻ്റെ വേരിയൻസ് ആവാം, അങ്ങനെ സാമ്പിളിൻ്റെ എന്തോ ഒരു ഫംഗ്ഷൻ ഞാൻ കണ്ടുപിടിച്ചു ടു എസ്റ്റിമേറ്റ് തീറ്റ. അതിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. അപ്പം തീറ്റ അറിയില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച എസ്റ്റിമേറ്ററാണ് T അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് എപ്പോഴാണ് T എന്ന് പറയുന്ന എസ്റ്റിമേറ്റർ കൺസിസ്റ്റൻറ്റ് ഫോർ തീറ്റ എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ T is said to be consistent for the unknown population parameter theta if probability of modulus of T minus theta greater than epsilon tends to 0 as n tends to infinity. ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇതിനെ തിരിച്ചിട്ട് ഇതിനെ കോംപ്ലിമെൻ്റ് എടുത്ത് പറയുകയാണെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് T മൈനസ് തീറ്റ ലെസ് ദാൻ ആപ്സലോൺ ടെൻസ് ടു 1. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ഇവിടെ പറയുന്നത്. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയും. ഇതെന്താ ഇവിടെ പറഞ്ഞിരിക്കണം? ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് T മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് Tയും തീറ്റയും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു എസ്റ്റിമേറ്റർ ഉണ്ടല്ലോ, തീറ്റയ്ക്ക് പകരം വെക്കാൻ, അതും ഒറിജിനൽ വാല്യൂ ഉണ്ടാവുമല്ലോ തീറ്റേൻ്റെ, അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു എസ്റ്റിമേറ്റർ എപ്പോഴും നല്ല എസ്റ്റിമേറ്റർ എപ്പോഴാണ് ആവുന്നത്? അത് നമ്മൾ തീറ്റയുടെ ട്രൂ വാല്യൂവിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുമ്പോഴാണ്. ഇപ്പോൾ ഒറിജിനലായിട്ട് നമ്മളെ പോപ്പുലേഷൻ്റെ പാരാമീറ്റർ തീറ്റയുടെ വാല്യൂ 20 ആയിരുന്നു എന്ന് വിചാരിക്കാം, നമുക്കറിയില്ല. അപ്പം നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സാമ്പിൾ എടുത്തു. സാമ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മളൊരു സാമ്പിളിൻ്റെ ഒരു എസ്റ്റിമേറ്റർ T കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും T കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഒരു നല്ല എസ്റ്റിമേറ്റർ നമ്മൾ എപ്പോഴും എന്താണ് പ്രതീക്ഷിക്കുക? Tയുടെ വാല്യൂ ഈ 20ൻ്റെ അടുത്തുള്ള വാല്യൂ കിട്ടുകയാണെന്ന് വെച്ചാൽ, ഏറ്റവും അടുത്തുള്ള വാല്യൂ കിട്ടുകയാണെന്ന് വെച്ചാൽ നമ്മൾ പറയും T ഈസ് എ വെരി ഗുഡ് എസ്റ്റിമേറ്റർ അല്ലെങ്കിൽ ബെസ്റ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയും. അപ്പോൾ എനിക്കിപ്പോൾ Tയുടെ വാല്യൂ കിട്ടിയത് ഇപ്പോൾ 19.75 എന്നാണ് കിട്ടിയത് വിചാരിക്കുക. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവാണ് അല്ലേ, അതായത് വളരെ അടുത്ത് വന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഈ T മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? Tയും തീറ്റയും തമ്മിലുള്ള ഡിഫറൻസ്. അത് പോസിറ്റീവോ നെഗറ്റീവോ എന്തോ ആയിക്കോട്ടെ. T ചിലപ്പം ഇപ്പോൾ ഒരു ഞാൻ പറയുന്നത് ഇപ്പോൾ 20.12 അങ്ങനെയൊക്കെ വരാം. അതായത് Tയും തീറ്റയും തമ്മിൽ ഡിഫറൻസ് നമ്മൾ വളരെ അടുത്ത് വരിക അല്ലേ. ഡിഫറൻസ് ഒരു ആപ്സിലോൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സംഖ്യ. അപ്പോൾ ഈ ഡിഫറൻസ് ഈ ചെറിയ സംഖ്യേനെക്കാട്ട് പോലും കൂടാനുള്ള പ്രോബബിലിറ്റി കുറവാണ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ സംഖ്യയെക്കാട്ടും ഈ ഡിഫറൻസ് കൂടാൻ ഒരു സാധ്യതയില്ല, സാധ്യത വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? T ഇങ്ങനെ പതുക്കെ പതുക്കെ ചെന്നിട്ട് എവിടേക്ക് എത്തുന്നുണ്ട്? അത് നമ്മളെ പോപ്പുലേഷൻ്റെ പാരാമീറ്ററിൻ്റെ വാല്യൂവിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അതിനുള്ള സാധ്യത എന്താണ്? വളരെ കുറവാണ്. അതായത് ആപ്സലോണിനെക്കാട്ടും കുറവാവാൻ നമുക്കുള്ള സാധ്യത എന്താണ്? ആപ്സലോണിനെക്കാട്ടും കൂടുതലാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ആപ്സലോൺ പറഞ്ഞാൽ ഒരു ചെറിയ സംഖ്യയാണ്, 0.05. ആ ഡിഫറൻസ് വളരെ കുറവാവുന്നു എന്നാണ് അതിന് പ്രോബബിലിറ്റി നമ്മൾ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ നേരെ എന്തു പറയുന്നു? കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നു. Tയും തീറ്റയുള്ള ഡിഫറൻസ് ആപ്സലോണിനെക്കാട്ടും കുറവാവുക, അതിനുള്ള സാധ്യതയാണ് കൂടുതൽ.
അപ്പോൾ ഡിഫറൻസ് വളരെ കുറയുന്നു, അതിനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ തേർഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേര് വളരെ ഡിസ്റ്റൻസ് വളരെ കുറയാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അതിനെ നമ്മൾ എന്തായിരുന്നു പറയണ്ടായിരുന്നത്? കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി എന്നാണ് പറയണ്ടായിരുന്നത്. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? ഇങ്ങനെ രണ്ടുപേരുള്ള ഡിസ്റ്റൻസ് വളരെ അടുത്ത് വരുന്നതിന് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി എന്നായിരുന്നു നമ്മൾ പറയണ്ടായിരുന്നത്. അപ്പം ഇവിടെ ആരിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്? ടി ഈസ് ടെൻഡിങ് ടു തീറ്റ, അല്ലെങ്കിൽ ടി ഈസ് കൺവേർജിങ് ടു തീറ്റ ഇൻ പ്രോബബിലിറ്റി എന്ന് പറയും. അപ്പോൾ ഈ ഇതാണ് നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് കൺസിസ്റ്റൻസി? നമ്മളെ പോപ്പുലേഷൻ്റെ പാരാമീറ്റർ തീറ്റ അൺനോൺ ആയിരുന്നു. ഉടനെ നമ്മൾ സാമ്പിൾ എടുത്തിട്ട് ഒരു എസ്റ്റിമേറ്ററിനെ കണ്ടുപിടിച്ചു, അല്ലേ? ദാറ്റ് എസ്റ്റിമേറ്റർ ടി ഈസ് സെറ്റ് ടു ബി കൺസിസ്റ്റന്റ് ഫോർ തീറ്റ വെൻ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് ടി മൈനസ് തീറ്റ. ഇതൊക്കെ വായിക്കുമ്പോൾ ഇത് എന്തോ ഒരു സംഭവം എന്ന് വിചാരിച്ച് വായിക്കരുത്. ഇവർ നമ്മുടെ മോഡുലസ് ഓഫ് ടി മൈനസ് തീറ്റ അത് കാണുമ്പോൾ ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി ആൻഡ് തീറ്റ എന്നുള്ള ഒരു ഐഡിയ മനസ്സിലാക്കി വരണേ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് ടി മൈനസ് തീറ്റ ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ, where epsilon is a very small number that will tend to 0 as n tends to infinity. അതായത് സാമ്പിൾ സൈസ് ലാർജ് ആവുമ്പോൾ, സാമ്പിളിൻ്റെ സൈസ് വലുതായിട്ട് വരുമ്പോൾ പോപ്പുലേഷൻ്റെ അടുത്തേക്കല്ല അത് പോകുന്നത്, അല്ലേ? അപ്പോൾ പോപ്പുലേഷനെ കുറച്ചും കൂടി അടുത്തേക്ക്, കൂടുതൽ ആളുകളെ സാമ്പിളായിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി പോപ്പുലേഷനായിട്ട് അവർ തൊട്ട് നിൽക്കും, അല്ലേ? അങ്ങനെ വരുമ്പോൾ ടിയും തീറ്റയും തമ്മിൽ ഡിഫറൻസ് കുറയുന്നു. അതിനുള്ള സാധ്യത ആണ് നമ്മളിവിടെ പറയുന്നത്, അല്ലേ? അപ്പോൾ ചെറിയൊരു സംഖ്യനെക്കാട്ടും കൂടാനുള്ള സാധ്യത എന്താണ്? വളരെ കുറവാണ്. അതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ടി ടെൻസ് ടു തീറ്റ ഇൻ പ്രോബബിലിറ്റി എന്ന് പറയും. അതാണ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. സാമ്പിൾ സൈസ് ലാർജ് ആകുമ്പോഴാണ് നമ്മൾ ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വരുന്നത്. അതായത് കൺസിസ്റ്റൻസി ഈസ് എ ലാർജ് സാമ്പിൾ പ്രോപ്പർട്ടി. ഇറ്റ്സ് എ ലാർജ് സാമ്പിൾ പ്രോപ്പർട്ടി. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുകയാണ്, ഇപ്പോൾ എക്സ്പെക്ടേഷൻ കാണലും അൺബയസ്നെസ് കാണലൊക്കെ നമ്മൾ എളുപ്പത്തിൽ ചെയ്തു. എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു തീറ്റ. ഇതിപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിസ്റ്റൻസി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സഫിഷ്യൻറ്റ് കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്നത് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ കൺസിസ്റ്റൻസിക്കുള്ള സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് എഴുതുന്നത്. അതായത് ടി ഈസ് കൺസിസ്റ്റൻറ്റ് ഫോർ തീറ്റ ആണെങ്കിൽ, ടി ഈസ് കൺസിസ്റ്റൻറ്റ് ഫോർ തീറ്റ, ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് ടി, ഇത് കണ്ടുപിടിക്കാൻ പ്രോബ്ലം ഒക്കെ ചെയ്യാനുള്ള വഴിയാണ് പറയുന്നത്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ടി വിൽ ടെൻ ടു തീറ്റ ആൻഡ് വേരിയൻസ് ഓഫ് ടി വിൽ ടെൻ ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതാണ് കൺസിസ്റ്റൻസി കണ്ടുപിടിക്കാനുള്ള സഫിഷ്യൻറ്റ് കണ്ടീഷൻ. അപ്പം ഒരു എസ്റ്റിമേറ്റർ നമ്മൾ പറയുകയാണ് ടി ഈസ് കൺസിസ്റ്റൻറ്റ് ഫോർ തീറ്റ എന്ന് കണ്ടുപിടിക്കാൻ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ്പെക്ടേഷൻ ഓഫ് ടി കാണുക, വേരിയൻസ് ഓഫ് ടി കണ്ടുപിടിക്കുക, എന്നിട്ട് നോക്കുക വെൻ n ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ്പെക്ടേഷൻ ഓഫ് ടി തീറ്റയിലേക്ക് പോകുന്നുണ്ടോ, തീറ്റയാവുന്നുണ്ടോ, ആൻഡ് വേരിയൻസ് ഓഫ് ടി 0 ആവുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് പറയാം ധൈര്യമായിട്ട് ടി ഈസ് കൺസിസ്റ്റൻറ്റ് ഫോർ തീറ്റ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണെന്ന് കുറച്ചും കൂടി കൺസെപ്റ്റ് ക്ലിയർ ആവും. ചെക്ക് വെദർ സാമ്പിൾ മീൻ x bar is consistent for the population mean mu when the samples are taken from n mu sigma. അപ്പം സാമ്പിൾ മീൻ എക്സ് ബാർ ഇസ് കൺസിസ്റ്റൻറ്റ് ഫോർ പോപ്പുലേഷൻ മീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സാമ്പിൾസ് എടുത്തിരിക്കുന്നത്? നോർമൽ പോപ്പുലേഷൻ എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പം നോർമൽ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളുകൾ എടുക്കുകയാണെങ്കിൽ എക്സ് ബാർ വിൽ ഫോളോസ് എൻ മ്യൂ സിഗ്മ ബൈ റൂട്ട് എൻ. സിഗ്മ ഇസ് നോൺ എന്നുള്ള കേസാണ് നമ്മൾ നോക്കുന്നത്. അപ്പം എക്സ് ബാർ വിൽ ഫോളോസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ മീനിൽ സാമ്പിളുകൾ നോർമൽ എന്ന് വരികയാണെങ്കിൽ എക്സ് ബാർ വിൽ ഫോളോസ് എൻ മ്യൂ സിഗ്മ ബൈ റൂട്ട്. ഇങ്ങനെ എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ? ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇയാളുടെ മീൻ എന്താണ്? മീൻ വിൽ ബി ഈക്വൽ ടു മ്യൂ. ആൻഡ് സിഗ്മ ബൈ റൂട്ടിന് ഇയാളുടെ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ എന്താണ്? സിഗ്മ ബൈ റൂട്ട് ആണ്. നമുക്ക് വേണ്ടത് ആരാണ്?
വേരിയൻസ് ഓഫ് എക്സ് ബാർ ആണ്. അപ്പോൾ വാട്ട് ഈസ് വേരിയൻസ് ഓഫ് എക്സ് ബാർ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ ദിസ് ഈസ് സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ ഇത് രണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി കാണിക്കണമെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ എന്തായിരിക്കണം? മ്യൂലേക്ക് പോകണം ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ എൻ ഇൻഫിനിറ്റിയിലേക്ക് പോയാലും ഇല്ലെങ്കിലും എല്ലാം തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ മ്യൂ തന്നെയല്ലേ. കാരണം അതിൽ എന്നൊന്നും വരുന്നില്ല. ഇപ്പോൾ എൻ ഇൻഫിനിറ്റി പോയിക്കോട്ടെ, അല്ലെങ്കിലും എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഓൾവേസ് മ്യൂ. അപ്പോൾ ഈ കണ്ടീഷൻ കറക്റ്റ് ആണ്. ഇനി വേരിയൻസ് ഓഫ് എക്സ് ബാറിന് എന്ത് പറ്റും നോക്കാം. വെൻ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്താണ്? ഇറ്റ് ഈസ് സിഗ്മ സ്ക്വയർ ബൈ എൻ. അപ്പോൾ എൻ ഇൻഫിനിറ്റി ആവുമ്പോൾ, ഡിനോമിനേറ്റർ ഇൻഫിനിറ്റി ആവുമ്പോൾ സിഗ്മ സ്ക്വയർ ബൈ എൻ എവിടേക്കാണ് പോവുക? സീറോയിലേക്ക് പോവില്ലേ? വെൻ ഡിനോമിനേറ്റർ ബിക്കം വെരി ലാർജ് ദിസ് വിൽ ടെൻ ടു സീറോ. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കണ്ടീഷനും പിന്നെ സഫിഷ്യൻറ്റ് കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ വിൽ ബി ഈക്വൽ ടു മ്യൂ ആൻഡ് വേരിയൻസ് ഓഫ് എക്സ് ബാർ വിൽ ബി ഈക്വൽ ടു സീറോ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് ബാർ ഈസ് കൺസിസ്റ്റൻറ്റ് ഫോർ മ്യൂ എന്ന് പറയാം. എക്സ് ബാർ ഈസ് കൺസിസ്റ്റൻറ്റ് ഫോർ മ്യൂ. നമ്മൾ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ സാമ്പിൾ വേരിയൻസ് എസ് സ്ക്വയർ ഇസ് കൺസിസ്റ്റൻറ്റ് ഫോർ പോപ്പുലേഷൻ വേരിയൻസ് സിഗ്മ സ്ക്വയർ വെൻ സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം എൻ മ്യൂ സിഗ്മ. അപ്പോൾ ഇവിടെ എസ് സ്ക്വയർ ഇസ് കൺസിസ്റ്റൻറ്റ് ഫോർ സിഗ്മ സ്ക്വയർ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പം നമ്മൾ ടി എന്താണ്? സാമ്പിളിൻ്റെ ആൾ ടി ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ ആൻഡ് സിഗ്മ സ്ക്വയർ ആണ് നമ്മൾ തീറ്റയുടെ സ്ഥാനത്ത്, പോപ്പുലേഷൻ്റെ പാരാമീറ്ററിൻ്റെ സ്ഥാനത്ത് ടി ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ സിഗ്മ സ്ക്വയറിലേക്ക് പോകുന്നു എന്നും വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ എവിടേക്ക് പോകുന്നു എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്? സീറോയിലേക്ക് പോകുന്നു എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ എസ് സ്ക്വയറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അറിയില്ല, നമുക്ക് അറിയുന്നത് എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അറിയാം. This follows a chi-square distribution with n-1 എന്ന് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ what is expectation of ns square by sigma square? Expectation of ns square by sigma square is a chi-square variable. അപ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ്? is equal to its degrees of freedom. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ കാണണമെങ്കിൽ എൻ ബൈ സിഗ്മ സ്ക്വയർ എക്സ്പെക്റ്റേഷൻ ഉള്ളെന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എൻ ബൈ സിഗ്മ സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു n-1. And what is expectation of s square then? Expectation of s square is equal to n-1 divided by n into sigma square. അപ്പോൾ ഇവിടെ n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ n ന്യൂമറേറ്ററിൽ മാത്രം നിർത്തിയാൽ മതി. അപ്പോൾ രണ്ട് ടേമിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. n ബൈ n ഇസ് 1 മൈനസ് 1 ബൈ n ഇൻറ്റു സിഗ്മ സ്ക്വയർ. ഇതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ കിട്ടുന്നത്. ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ? എൻ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 1 മൈനസ് 1 ബൈ ഇൻഫിനിറ്റി ദാറ്റ് വിൽ ബി 0. ഇത് 0 ആവില്ലേ? അപ്പോൾ 1 ഇൻറ്റു സിഗ്മ സ്ക്വയർ ആവും സിഗ്മ സ്ക്വയർ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ സിഗ്മ സ്ക്വയറിലേക്ക് പോയി. ഇനി അടുത്തത് രണ്ടാമത്തെ കണ്ടീഷനാണ് നോക്കേണ്ടത്. അതിനെ വേരിയൻസ് നോക്കണം. അപ്പോൾ വാട്ട് ഈസ് വേരിയൻസ് ഓഫ് എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു കൈ സ്ക്വയർ റാൻഡം വേരിയബിളിൻ്റെ വേരിയൻസ് ഇസ് 2 times ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലേ. അപ്പം ഈ വേരിയൻസിൻ്റെ ഉള്ളിൽ നിന്ന് എൻ ബൈ സിഗ്മ സ്ക്വയർ പുറത്തേക്ക് എടുക്കണം. വേരിയൻസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കോൺസ്റ്റന്റ് എങ്ങനെയാണ് പുറത്തേക്ക് വരിക? സ്ക്വയർ ആയിട്ടാണ് പുറത്തേക്ക് വരിക. അപ്പോൾ എൻ സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ സിഗ്മ റേസ് ടു 4 വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു n-1 or variance of s square is equal to 2 into n-1 divided by n square into sigma raised to 4 which is 2 into രണ്ട് പേരെയും n square കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ n by n square 1 by n minus 1 by n square sigma raised to 4. അപ്പോൾ രണ്ട് എന്നുകളും ഡിനോമിനേറ്ററിൽ വന്നു. ആസ് n tends to infinity എന്ത് സംഭവിക്കും? ഈ ടേം 0 ആയില്ലേ ആൻഡ് ഈ ടേമും 0 ആയിപ്പോയി. അപ്പോൾ വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ലേ അല്ലേ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ സിഗ്മ സ്ക്വയറിലേക്ക് പോയി ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ആയി. വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ 0ലേക്ക് പോയി ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് പറയാം എസ് സ്ക്വയർ ഇസ് കൺസിസ്റ്റൻറ്റ് ഫോർ സിഗ്മ സ്ക്വയർ എന്ന് പറയും. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എസ് സ്ക്വയർ വാസ് നോട്ട് അൺബയസ്ഡ് ഫോർ സിഗ്മ സ്ക്വയർ. പക്ഷെ എസ് സ്ക്വയർ എന്താണ്? കൺസിസ്റ്റൻ്റ് ആണ്. ഓക്കെ.